എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ കന്യാകുമാരി ദേവിയുടെ മുക്കുത്തിയുടെ വിശേഷങ്ങൾ, ത്രിവേണി സംഗമം, ഗാന്ധി സ്മാരകം, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പരശുരാമ ഗണപതി ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം, അതായത് ഗണപതി ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെ ചേർന്നുള്ള ഒരു മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടെ ഒരു വിഗ്രഹമുണ്ട്, ഒരു മാരിയമ്മയുടെ വിഗ്രഹം. അതുകൂടാതെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാരിയമ്മ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അവിടെയുണ്ട്. ഇത് ഗണപതി ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെയാണ് ഈ മാരിയമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു സംഗതി കണ്ടു. അതായത് പ്ലാസ്റ്റിക്കിൽ തീർത്ത ഒരു അച്ച്, നമ്മുടെ സേവനാഴി പോലിരിക്കും. പല വിധത്തിലുള്ള ചില്ലുകളിട്ട് പല ഷേപ്പിൽ ഒരു ചേട്ടൻ നിന്നിങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ കാണിക്കുക. മുറുക്ക് പോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ കാണിക്കുക. അത് എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളത് അറിയത്തില്ല. കുറച്ചു കാലം നിൽക്കത്തോളം തോന്നുന്നു. പക്ഷേ സംഭവം കൊള്ളാം. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് ഭംഗിയാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ. മാവ് ഈ സേവനാഴി പോലുള്ള സംഗതിക്കകത്ത്, സേവനാഴി തന്നെയാണ്, പ്ലാസ്റ്റിക്കിലുള്ള ഒരു സേവനാഴി എന്ന് പറയാം. അപ്പോൾ ആ സേവനാഴിക്കകത്തിട്ടിട്ട് അതിങ്ങനെ കറക്കി പല ഡിസൈനിൽ ഉള്ളത്, മുറുക്കിൻ്റെ രൂപത്തിലുള്ളത്, അതുകൂടാതെ നീളത്തിൽ ഉള്ളത് പല രൂപത്തിലുണ്ടാക്കുക. ഇതിന് എണ്ണയിലിട്ട് കാച്ചിയെടുക്കുന്നതാകാം, എന്താണോ എന്തോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു ഗോപുരം കാണാം. അത് കാഞ്ചി കാമകോടി. ഇവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്. പൈനാപ്പിള്, മാങ്ങ, തണ്ണിമത്തൻ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചേച്ചി കുറച്ച് മുത്തുമാലകൾ, തെറ്റാലി ഒക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചിത്രശലഭത്തിൻ്റെ പ്ലാസ്റ്റിക്കിലുള്ള കുറച്ച് അലങ്കാര വസ്തുക്കളാണ്. വീട്ടിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കാമകോടി പീഠം, ശ്രീ കാശി കാമകോടി പീഠം എന്ന് പറഞ്ഞ ഒരു ഗോപുരം. അതിനകത്തൊരു മണ്ഡപമുണ്ട്, ഒരു ക്ഷേത്രം പോലെ ഒരെണ്ണം പണിയിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെയാണ്. കണ്ടില്ലേ, ശംഖ് കൊണ്ടുള്ള പലതരത്തിലുള്ള ഡിസൈനിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇപ്പുറത്തെ ബാഗും കാര്യങ്ങളൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ചെറിയ തുണിത്തരങ്ങൾ ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കാലത്ത് വരുന്ന സമയത്ത് ഈ തുണിത്തരങ്ങളൊക്കെ അവിടുന്ന് ആളുകളിങ്ങനെ തോളിൽ ചുമ്മിക്കൊണ്ട് വരുന്നത് കണ്ടു. ഇതിങ്ങനെ ഒരു സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുക. ആ സ്റ്റാൻഡിൽ തൂക്കിയിട്ടിട്ട് അവരവിടുന്ന് കൊണ്ടുവരുന്നത് കണ്ടു. ഇവിടെ ബലികർമ്മങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടെ ഒരു മണ്ഡപം, അതായത് ത്രിവേണി സംഗമത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൻ്റെ താഴെ ബലികർമാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാലും രസകരമായ കാഴ്ചകൾ കാണാം. വിവേകാനന്ദ പാറ, അതേപോലെ ഇവിടെ ഇതാണ് പുണ്യതീർത്ഥം. 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന, അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, 3 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം. അപൂർവമായ ഒരു സ്ഥലമാണ്, ഒരു സ്ഥലമാണ്, പുണ്യതീർത്ഥം എന്ന് തന്നെ പറയാം. ഇതാണ് ത്രിവേണി സംഗമം. 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പിതൃകർമ്മങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ആളുകൾ തർപ്പണം ചെയ്ത് നമസ്കരിക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇവിടെ ഒരു ബീച്ചും ഉണ്ട് അതിനടുത്ത് തന്നെ. ഇവിടെയൊക്കെ കച്ചവടക്കാർ, വഴിവാണിപ്പക്കാർ ധാരാളമായിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടിയുണ്ടാവും കാറിൽ. ഇതൊക്കെ സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാറ് നമ്മുടെ കുട്ടിക്ക് തരും. അപ്പോൾ നമുക്കത് കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്തൂടെയൊക്കെ ഇവിടെ കൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ സൗകര്യമാണ്. പിന്നെ ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ കന്യാകുമാരി ദേവിയുടെ മുക്കുത്തിയെക്കുറിച്ച്, അതായത് ഒരു കഥയുണ്ട്. ഈ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വടക്കേ വാതിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. കിഴക്കേ വാതിലെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്.
കാരണം വർഷത്തിൽ 5 ദിവസം മാത്രമേ ഇവിടുത്തെ കിഴക്കേ നട തുറക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഈ വാതിൽ തനിയെ അടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഈ മാണിക്യരത്നം കൊണ്ട് നിർമ്മിച്ച ഈ മുക്കുത്തിയുടെ തിളക്കം കണ്ട് കപ്പലുകൾ കരയ്ക്കടുപ്പിക്കാനായിട്ട് സ്ഥാപിച്ച ദീപസ്തംഭത്തിൽ നിന്നുള്ള, ഈ ദീപസ്തംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ കരകൗശല വസ്തുക്കളുണ്ട്. ആദ്യകാലത്തെ ലൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ദീപസ്തംഭം, കപ്പലുകൾ കരയ്ക്കടുപ്പിക്കാനുള്ള ദീപസ്തംഭമാണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പണ്ട് കപ്പലുകൾ ഇവിടെ അടുപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഇത് കരയോട് ചേർന്നുള്ള പാറക്കല്ലുകളിലൊക്കെ ഇടിച്ചിട്ട് ഈ കപ്പലുകൾ തകർന്നു പോകും. എന്നാൽ കപ്പലിലുള്ളവരെല്ലാം അന്ന് അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടിരുന്നു. ഒരു മുക്കുവസ്ത്രീ തോണിയിൽ വന്ന് രക്ഷപ്പെടുത്തി എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് ദേവി തന്നെ ആയിരുന്നു എന്നാണ് എല്ലാവരും കരുതി പോരുന്നത്. അപ്പോൾ ആ കപ്പലുകളുടെ തകർച്ച നിത്യസംഭവമായി മാറിയപ്പോൾ കിഴക്കേ നട താനെ അടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ വീഡിയോയും ഒക്കെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു ഇതെന്തുവാ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇത് ഞാനിങ്ങനെ യൂട്യൂബിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ കൗതുകമായി. അവർ പറഞ്ഞു ഞങ്ങളെ കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, കുഴപ്പമൊന്നുമില്ല, ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചേച്ചി, ഇവിടെ ഒരു വഴിവാണിഭക്കാരിയാണ്. പുള്ളിക്കാരി കുറച്ച് ചരടുകളൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിലൊരു ചരട് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പുള്ളിക്കാരിയുടെ 10 രൂപ കൊടുത്തിട്ട് ഒരു മഞ്ഞയും കാവ്യവും എല്ലാം കൂടെ പലതരത്തിലുള്ള ഡിസൈനുള്ള ഒരു ചരട് വാങ്ങിച്ചു. ഇത് പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, ഇത്രയും ഭംഗിയായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ. ഇതിൻ്റെ ഏകദേശം ഒരു രൂപം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ കപ്പലുകളുടെ തകർച്ച നിത്യസംഭവമായി മാറിയപ്പോൾ കിഴക്കേ നട താനെ അടഞ്ഞു പോയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിൽ സഞ്ചരിക്കുന്നവരെയും ബാലാംബികാദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ശുചീന്ദ്രത്തിൽ ബ്രഹ്മനിഷ്ഠയിലിരിക്കുന്ന പരമശിവനെ ധ്യാനിച്ച് നിത്യകന്യകയായി ദേവി സർവ്വലോകങ്ങൾക്കും മംഗളമേകിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരകാലം വരെ ഇവിടെ വസിക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ ഒരു ഇന്ത്യാസ് ഫസ്റ്റ് മൊബൈൽ 12D സിനിമ ഇറിഡോ, ഇത് ഒരു തിയേറ്റർ പോലെയാണ് കേട്ടോ. അത് ഇവിടെ ഒരു മൊബൈൽ തിയേറ്റർ പോലെയാണ്. ഇവിടെ കയറിയിരുന്ന 3D സിനിമകളും കാര്യങ്ങളൊക്കെ 12D സിനിമകളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഗാന്ധി സ്മാരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഗാന്ധി സ്മാരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ 2 സൈഡിലും വഴിപാട് വിഭാഗക്കാർ ധാരാളമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായ കച്ചവട സ്ഥലമാണ്. ഒരു സൈഡിൽ കച്ചവടക്കാരും മറ്റേ സൈഡിൽ, അതായത് വഴിവാണിഭക്കാരും, മറ്റേ സൈഡിൽ സ്ഥിരം കച്ചവടക്കാരും സ്ഥിരമായിട്ട്. അപ്പോൾ ഗാന്ധി പാർക്കിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇറങ്ങി ഞാൻ അവിടെ കൊണ്ടുവന്ന് ചെരുപ്പൊക്കെ വെച്ചിട്ട് വേണം ഗാന്ധി സ്മാരകത്തിലേക്ക് പ്രവേശിക്കാൻ. ഗാന്ധി സ്മാരകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഗാന്ധിജിയുടെ, അതായത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളമായിട്ട് നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഗാന്ധി സ്മാരകം ശരിക്കും സന്ദർശിക്കണം. അതുതന്നെയല്ല, നമുക്ക് ശരിക്കും ഈ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന കാഴ്ചകളാണുള്ളത്. കന്യാകുമാരി ജില്ല മുഴുവനല്ല, കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ കന്യാകുമാരിയുടെ ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, ടൂറിസ്റ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും കന്യാകുമാരി ഏകദേശമൊക്കെ എല്ലാം കണ്ടിട്ട് പോവാം. പക്ഷേ ആൾക്കാർക്കിത് പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് വന്ന് ഈ ഉദയം കണ്ടിട്ട് നേരെ പോയി വിവേകാനന്ദ പാറയിലോട്ട് പോകാനുള്ള ബോട്ടിൻ്റെ ക്യൂവിൽ, ബോട്ട് ജെട്ടി പോയി ക്യൂ നിൽക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു ജീവചരിത്രം, അതായത് അദ്ദേഹം ജനനം മുതൽ 1869 മുതൽ 1948 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു ചെറിയൊരു അവലോകനം ഇവിടെ തന്നിട്ടുണ്ട്. അത് 2 സൈഡിലായിട്ട്, ഒരിടത്ത് ഇംഗ്ലീഷിലും ഒരിടത്ത് തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ ക്യാമറ അലൗഡ് ആണോ എന്ന് ചോദിച്ചു. അലൗഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് പ്രവേശിച്ചത്. അവിടെ നടുക്ക് കാണുന്നതാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം. കുറച്ചു കാലം, അതായത് അത് നിമഞ്ജനം ചെയ്യുന്നിടം വരെ ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 2 ഭിത്തികളിലും
ഗാന്ധിജിയുടെ ജീവചരിത്രങ്ങളും ഗാന്ധിജിയുടെ ചില വചനങ്ങളുമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പല ആളുകളുമായിട്ട്, പല മഹാന്മാരുമായിട്ടുള്ള ഗാന്ധിജിയുടെ സമ്പർക്കങ്ങളും സംഭാഷണങ്ങളുമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കൂടുതലും ഫോട്ടോസാണുള്ളത്. ഗാന്ധിജിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ ചില ഫോട്ടോസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് വരുന്നവർ ഇവിടെ വരിക തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ ബോട്ട് ജെട്ടി പോയി നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറുള്ള, അതായത് രാവിലെ കാലത്ത് എനിക്ക് തോന്നുന്നൊരു 8 മണി തൊട്ടാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. പക്ഷേ 6 മണി തൊട്ടേ അവിടെ ഈ ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂ ഉണ്ട്. എല്ലാവരുടെയും ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ ആകുന്നതിന് മുമ്പ്, കൂടുതൽ ചൂടാകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ തിരിച്ചു വരാം, വിവേകാനന്ദ പാറ പോയിട്ട് തിരിച്ചു വരാം എന്നുള്ള ചിന്തയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ സമയം വേസ്റ്റായി പോകത്തേ ഉള്ളൂ. ഒരു 10, 10:30, 11 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെയിലാണ്, കാര്യം ശരിയാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു കുടയോ വല്ലതും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അതിനു മുമ്പ് നമുക്ക് ഈ പറഞ്ഞ ഗാന്ധി സ്മാരകം, അതേപോലെ പിന്നെ ലൈറ്റ് ഹൗസ്, വാച്ച് ഹൗസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പോയി നമ്മൾ വിവേകാനന്ദ പാറയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവേകാനന്ദ പാറയിൽ നമ്മൾ നേരത്തെ പോയി ക്യൂ നിന്നാൽ ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് വേസ്റ്റായി കിട്ടും. അതേസമയം ആദ്യത്തെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യൂ ഇല്ല, സുഖമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതേ ഉള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫാദർ കരംചന്ദ് ഗാന്ധി, അങ്ങനെ മാതാപിതാക്കളുടെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ, അദ്ദേഹം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്തുള്ള ഫോട്ടോസ് ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നുള്ളത് ഇവിടെ നമുക്കൊരു തിരുപ്പതി ക്ഷേത്രം, തിരുപ്പതിയിലെ അതേ മോഡലിൽ ഇവിടെ ഒരു ക്ഷേത്രം പണിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പോയി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർത്തിട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിയുന്നതും വെയിൽ കൊള്ളണമെന്നില്ല, നമ്മളൊരു കുട എടുത്തു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാതെ നമുക്ക് രക്ഷപ്പെടാം. കഴിവതും നമ്മൾ ഈ രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്കോ ഒന്നും പോയി ക്യൂ നിൽക്കാതെ ഒരു 10 മണി 11 മണി സമയത്തൊക്കെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂ ഇല്ല, സുഖമായിട്ട് നമുക്ക് പോയി വിവേകാനന്ദ പാറയൊക്കെ കണ്ടിട്ട് തിരുവള്ളുവർ പ്രതിമയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ബോട്ടയിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരിച്ചെത്താം. പക്ഷേ നമ്മൾ ഈ രാവിലെ 6 മണി 6:30 മണി സമയത്തൊക്കെ ചെന്ന് നിന്നാൽ ഏകദേശം ഒരു 9 മണിക്ക് നമുക്ക് ബോട്ടിൽ കയറാൻ പോലും പറ്റുള്ളൂ. അപ്പം അതൊരു മണ്ടത്തരമാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ എംബേഴ്സ് തിയേറ്റർ, ജോനാസ്ബർഗിലുള്ളത് എംബേഴ്സ് തിയേറ്റർ, അതായത് 11 സെപ്റ്റംബർ 1906, 1906 പ്രിലിമിനറീസ്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങൾ, അദ്ദേഹം സഞ്ചരിച്ച് സമ്പർക്കത്തിലേർപ്പെട്ട സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തമിഴിലാണ്. തമിഴ് എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, പിന്നെ വായിക്കാൻ അറിഞ്ഞുകൂടാ, നല്ല എഴുതാനും അറിഞ്ഞുകൂടാ. പിന്നെ തമിഴ് ജസ്റ്റ് സംസാരിച്ചാൽ മനസ്സിലാകും, തിരിച്ചു പറയാനും ഏറെക്കുറെ അറിയാം എന്നുള്ളതല്ലാതെ തമിഴ് അത്ര വലിയ ഗ്രാഹ്യമില്ല. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസാണ് ഇതെല്ലാം കാണുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു ഇതൊരു 4 നിലകളുണ്ട്. മൊത്തം 4 നിലകളിലായിട്ടാണ്, 1, 2, അതെ, മൊത്തം 4 നിലകളുണ്ട്. അപ്പം 4 നിലകളിൽ ഒരു ഗോപുരം പോലെയാണ്. ആദ്യത്തേത് ഏറ്റവും വലിയ ഒരു ഹാള്, അത് കഴിഞ്ഞിട്ട് അതിൽ ചെറിയൊരു മണ്ഡപം, അത് മുകളിൽ നിന്ന് നമുക്ക് ചുറ്റുവട്ടമൊക്കെ കാണാനായിട്ടൊരു വാച്ച് ഹൗസ് പോലെ തന്നെ. അതിന് തൊട്ട് മുകളിൽ അടുത്തൊരു, അതിലും ചെറിയൊരു മണ്ഡപം, ഏറ്റവും മുകളിൽ ഒരു സ്തൂപം പോലെ ഒരു മണ്ഡപം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഏറ്റവും അവസാനമുള്ളത് കയറാനായിട്ട് നമുക്ക് ഏണിയാണ് ഉള്ളത്, ഗോവേണിയേ ഉള്ളൂ. നമുക്ക് എല്ലായിടത്തും കയറാം.
ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും കൂടിയുള്ള തമിഴിലാണ് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ സഹായിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്.
ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ആ മധ്യഭാഗത്തായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ഫ്ലോറിലോട്ട് കയറുകയാണ്. ഒരു വല്ലാത്ത ഷേപ്പിലുള്ള സ്റ്റെപ്പാണ് ഇത്. നമുക്ക് കയറി പോകുമ്പോൾ ചിലപ്പോൾ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളത് പോലുള്ള സ്റ്റെപ്പാണ്. സൂക്ഷിച്ചു വേണം മുകളിലോട്ട് കയറി പോകാനായിട്ട്. വായുസഞ്ചാരത്തിന് വേണ്ടി ജനലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചയാണ്. വളരെ അതിമനോഹരമായ കടൽ തീരം, നല്ല കാഴ്ചയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതിമനോഹരമായ കടൽ തീരം, ചുറ്റുപാടുമുള്ള ബിൽഡിങ്ങുകൾ കൊള്ളാം. പിന്നെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിലുള്ള ആ ഒരു മധ്യഭാഗത്തെ ഒരു ഹോളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്, തുടക്കത്തിലുള്ളത്. വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമയൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കടൽ തീരം എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മളങ്ങനെ അടുത്ത ഫ്ലോറിലോട്ട് കയറുകയാണ്. അടുത്ത ഫ്ലോറിലോട്ട് കയറുമ്പോഴും ഇത് രണ്ടാമത്തെ ഫ്ലോർ ആണ്. നമ്മൾ മുമ്പ് ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാനുള്ളത്. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ മനോഹരമായിട്ട് കാണാൻ പറ്റും. ദൂരം കൂടുന്തോറും അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് വർദ്ധിക്കും. കണ്ടില്ലേ, വിവേകാനന്ദ പാറ, അതേപോലെ തിരുവള്ളുവർ പ്രതിമ എല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിന് മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു ഗോവേണിയാണ്, ഏണി വെച്ചിട്ടുള്ളത്, ഗോവേണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.